പല കുടുംബങ്ങളിലെയും ദുരിത കഥകൾ ഒരു നാടിൻ്റെ നൊമ്പരമായി മാറാറുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ച കേരളത്തെ നടുക്കിയ 3 കൊലപാതകങ്ങൾ, ഒരു നവവധുവിൻ്റെ ദുരൂഹ മരണം, തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയോടുള്ള ക്രൂരത, കണ്ണൂർ വള്ളപട്ടണത്തെ കവർച്ച. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കണ്ണീർ കഥകളാണെങ്കിലും വിശദമായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണിത്. മലയാളിയുടെ മാറുന്ന മനോഭാവത്തിൻ്റെ തെളിവാണ് ഈ കേസുകളെല്ലാം. കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവവും, കാസർകോട്ടെ ഗഫൂർ ഹാജി കൊലക്കേസും ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച കേരളത്തിൻ്റെ ഉള്ളുലച്ച നടുക്കുന്ന കഥകൾ ഇഴകീറി പരിശോധിക്കുകയാണ് ഈ അരമണിക്കൂറിൽ. സ്വാഗതം. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്നുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ പല ദിവസങ്ങളിലും കേൾക്കാറുണ്ട്. ഇവിടെ അനാഥരാകപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ ഭർത്താവ് ചുട്ടെരിച്ച് കൊന്നപ്പോൾ ഒറ്റപ്പെട്ടത് 14-കാരിയായ ഒരു പെൺകുട്ടിയാണ്. ചെമ്മാമുക്ക് സ്വദേശി പത്മരാജൻ സംശയത്തെ തുടർന്നാണ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഭാര്യയ്ക്ക് ഹനീഷ് എന്ന യുവാവുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. 2 പേരെയും ചുട്ടെരിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. നടുറോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8:30-യോടെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം അരങ്ങേറിയത്. നായേഴ്സ് ആശുപത്രിക്ക് സമീപമുള്ള ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു അനില. അതേ ദിശയിൽ മറ്റൊരു കാർ ഓടിച്ചു വന്ന വശം ചേർത്ത് ഉരസി നിർത്തിയ ശേഷം ഭർത്താവ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് അനിലയെ തീ കൊളുത്തി. ഇടതുവശത്തെ സീറ്റിലിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണി ഡോർ തുറന്ന് പുറത്തിറങ്ങിയെങ്കിലും അനിലയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വെന്തുരുകിയാണ് അനിലയുടെ മരണം സംഭവിച്ചത്. പ്രകോപനമൊന്നും കൂടാതെയാണ് നടുറോഡിൽ വാഹനം തടഞ്ഞ പത്മരാജൻ പെട്രോൾ ഒഴിച്ച വാഹനത്തിന് തീ കൊളുത്തിയത് എന്നും രക്ഷപ്പെടുത്താൻ ആവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിൽ ആയിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇതിങ്ങനെ തീ കൊളുത്തിയിട്ട് ഓടിയതാന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ലൈവായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കൂലേ? സാധാരണ പൊട്ടത്തില്ലല്ലോ, 2 വണ്ടി പിടിച്ചാൽ ഒരിക്കലും പൊട്ടത്തില്ല. ഞാനൊക്കെ ഒരു ഡ്രൈവറാ. ഷോർട്ട് സർക്യൂട്ട് ആയാലും വണ്ടിയുടെ ബോണറ്റേ കത്തത്തുള്ളൂ, വണ്ടിക്ക് അകത്ത് തീ കയറുന്നു. ഡോർ തുറക്കുമ്പോൾ പുറത്തുനിന്ന് തീ ചാടുക, അകത്തുനിന്ന് തീ വെളിയിലോട്ട് ചാടിക്കൊണ്ടിരിക്കുക. ഈ വാഹനം കുറുകെ കൊണ്ട് ഇടുന്നു, ഒരു സംസാരങ്ങളും ഇല്ല, സംസാരമൊന്നും നമ്മളില്ല. നേരെ കൊണ്ട് ചിടുന്നു, വണ്ടി കത്തുന്നത് നമ്മൾ കാണുന്നു. നേരെ കൊണ്ട് ചിടിച്ച് ഒരു സാധനം ഇട്ടു, വണ്ടി ഇട്ടപ്പോ പൊട്ടിത്തെറിച്ചു. പയ്യൻ പുറത്തിറങ്ങിട്ട് പറഞ്ഞു, ചേട്ടാ പപ്പനാ കത്തിച്ചത് പയ്യൻ അങ്ങോട്ട് ഓടിയത്. അടുത്തിടെ അനിലയും പട്ടത്താനം സ്വദേശിയായ ഹനീഷ് എന്ന യുവാവും ചേർന്ന് തുടങ്ങിയ ബേക്കറിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ദാരുണമായ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. അനിലയുടെ ഭർത്താവ് പത്മരാജൻ ബേക്കറിയിൽ എത്തുമ്പോഴെല്ലാം യുവാവ് അവിടെയുണ്ടായിരുന്നു. കച്ചവടത്തിലെ പങ്കാളിത്തം പത്മരാജൻ വൈകിയാണ് അറിയുന്നത്. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. കഴിഞ്ഞയാഴ്ച അത് കയ്യാങ്കളിയിലെത്തി. ഇതാണ് വൈരാഗ്യം മൂർച്ഛിക്കാനും കൊലപ്പെടുത്താനും കാരണമായത്. ഭാര്യയെയും സുഹൃത്തായ യുവാവിനെയും കൊലപ്പെടുത്താനായിരുന്നു പത്മരാജൻ ലക്ഷ്യമിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്തു മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത അനിലയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇതോടെ അനാഥമായത് ഇവരുടെ 14 വയസ്സുള്ള മകളാണ്. ബേക്കറി നടത്തിപ്പിനായി നഗരത്തിനടുത്തു തന്നെ അനില വീട് വാടകയ്ക്കെടുത്തതും പത്മരാജന് ഇഷ്ടപ്പെട്ടില്ല. യുവാവും അനിലയും തമ്മിൽ അടുപ്പത്തിലാണെന്ന സംശയം കുടുംബ പ്രശ്നമായി വളർന്നു. ഇത് പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കാനും ശ്രമം നടന്നു. ബേക്കറി തുടങ്ങാൻ നൽകിയ 1.5 ലക്ഷം രൂപ നൽകി യുവാവുമായുള്ള കച്ചവട പങ്കാളിത്തം ഉപേക്ഷിക്കാൻ ധാരണയായതാണ്. ഇതിനു പിന്നാലെ വാടക വീട് ഒഴിയുകയാണെന്ന് അനില അറിയിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് കൊലപാതകം നടന്നത്. കുറ്റങ്ങളെല്ലാം പ്രതി സമ്മതിച്ചിട്ടുണ്ട്.
ബേക്കറി കച്ചവടത്തിലെ പങ്കാളിയും സുഹൃത്തുമായ ഹനീഷിനെ വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അനിലയെ കൊലപ്പെടുത്തുന്ന സമയത്ത് യുവാവ് കാറിനു പിന്നാലെ വന്നിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പത്മരാജൻ ഇപ്പോൾ റിമാൻഡിലാണ്. ന്യൂസ് 18 കൊല്ലം. കാലം പുരോഗമിച്ചിട്ടും അന്ധവിശ്വാസത്തിനും അത് മുതലെടുത്തുള്ള ചൂഷണങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ കേരളക്കര ഒന്നാകെ ഞെട്ടി. സ്വർണം മൺകുടത്തിൽ അടച്ചുവെച്ച് മന്ത്രവാദം നടത്തിയാൽ ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ച് നടത്തിയ തട്ടിപ്പാണ് ഹാജിയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതോടെ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 1.5 വർഷത്തിന് ശേഷം ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, സഹായികളായ 2 സ്ത്രീകൾ എന്നിവർ അറസ്റ്റിലായി. നേരത്തെ ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ജിന്നുമ്മ നിരവധി പേരിൽ നിന്ന് വൻതുക തട്ടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിന് സമീപം ബൈത്തുൽ റഹ്മിയിലെ MC അബ്ദുൽ ഗഫൂർ ഹാജിയെ 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്ന് കരുതി ഖബറടക്കം നടത്തിയെങ്കിലും പിന്നീട് മരണത്തിൽ സംശയം തോന്നിയ മകൻ അഹമ്മദ് മുസമ്മലിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കാണാതായതാണ് സംശയമുണ്ടാക്കാൻ കാരണം. തുടർന്ന് പോലീസ് കേസെടുക്കുകയും പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഒന്നര വർഷത്തിനിപ്പുറമാണ് കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിഞ്ഞത്. മന്ത്രവാദിനിയായ മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, സഹായികളായ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശിനി ആയിഷ എന്നിവർ അറസ്റ്റിലായി. കൈവശമുള്ള സ്വർണം മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ MC അബ്ദുൽ ഗഫൂർ ഹാജിയെ പരിചയപ്പെടുന്നത്. ഇത് വിശ്വസിച്ച ഗഫൂർ ഹാജി വീട്ടുകാരെ അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്ക് അയക്കുകയും ഒറ്റയ്ക്ക് രഹസ്യ പൂജയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. 45 ദിവസം പൂജ നടത്തണമെന്നും ഓരോ ദിവസവും കർമ്മം ചെയ്ത ശേഷം സ്വർണം മൺകുടത്തിൽ അടച്ചുവെക്കണമെന്നുമായിരുന്നു ജിന്നുമ്മയുടെ നിർദ്ദേശം. കർമ്മം ചെയ്യുന്ന ഓരോ ഇടവേളയിലും ഗഫൂർ ഹാജിയോട് കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും. ഈ സമയത്ത് സ്വർണം ജിന്നുമ്മ തന്റെ കൈവശമുള്ള ബാഗിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് സംഘം തട്ടിയെടുത്തത്. പൂജയുടെ അവസാന ഘട്ടമെത്തിയപ്പോൾ ഗഫൂർ ഹാജിക്ക് ഇവരിൽ സംശയം തോന്നി. തുടർന്ന് സ്വർണം മുഴുവൻ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് കൊലപാതകത്തിന് തീരുമാനിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. വീണ്ടും ഒരു മന്ത്രവാദം നടത്താനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയ സംഘം കൊലപാതകം നടത്തുകയായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. തല ഭിത്തിയിലടിച്ച് കൊലപാതകം നടത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. കുടുംബാംഗങ്ങളിൽ നിന്നായി ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് സംഘം തട്ടിയെടുത്തത്. ഇതിനു മുമ്പ് പല തവണ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഈ സ്ത്രീ ഈ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഈ സ്വർണം ഇരട്ടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൽ നിന്നും പലതവണ ഏകദേശം 596 പവനോളം സ്വർണം വാങ്ങിയതും പിന്നീട് ഈ സ്വർണം ഇവർ പലതവണ വാങ്ങിയെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണം, ഈ ദുരൂഹ മരണം എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സംശയിച്ചതും കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയ സ്ത്രീയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ധവിശ്വാസം മുതലെടുത്ത് നിരവധി പേരെയാണ് ഷമീമ കബളിപ്പിച്ചിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. മന്ത്രവാദവും കൂടോത്രം കുഴിച്ചെടുക്കലും മാന്ത്രിക തകിടുകെട്ടലുമൊക്കെ പാതിരാത്രിയിലാണ് നടത്തി വന്നിരുന്നത്. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയായ പാത്തൂട്ടി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ് ഷമീമ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത്. തുടർന്ന് മന്ത്രവാദിനി ഉറഞ്ഞുതുള്ളി പരിഹാരക്രിയകൾ നിർദ്ദേശിക്കും. ആഭിചാരക്രിയ കഴിയുമ്പോൾ തട്ടിപ്പ് സംഘം ഇരയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളടക്കം ലക്ഷങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഇവരുടെ വീട്ടിൽ നിന്നും 5000 ഏലസുകളും തകിടുകളും പോലീസ് കണ്ടെടുത്തു.
50,000 രൂപ വരെ ഈടാക്കിയാണ് മന്ത്രിച്ച ഏലസ് എന്ന് പറഞ്ഞ് ഇവ വിൽപ്പന നടത്തിയിരുന്നത്. ഇത്തരത്തിൽ കേരളത്തിലും കർണാടകയിലുമായി നിരവധി പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. ഷമീമയുടെ ആഡംബര വീടിന്റെ ദൃശ്യങ്ങൾ തന്നെ ഇതിന് തെളിവ്. '14 ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 14 ദിവസം ഷമീമയും ഭർത്താവും റിമാൻഡിലായിരുന്നു. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും യുവതി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അജാനൂരിലെ പ്രവാസി വ്യവസായിയിൽ നിന്നും നിധിയുണ്ടെന്ന് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും തട്ടിയെടുത്തതായും ഇവർക്കെതിരെ പരാതിയുണ്ട്. അതിസമ്പന്നന്മാരെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്. നാട്ടുകാർക്ക് ആദ്യം തന്നെ പ്രതികളിൽ സംശയമുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ സ്ത്രീകളെ മറയാക്കി ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തി. കർമ്മസമിതി ഭാരവാഹികൾക്കും പോലീസിനുമെതിരെ ഇവർ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഒടുവിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംശയമുള്ളവരെ ചോദ്യം ചെയ്യുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടെ നിന്ന് അപഹരിച്ചു. ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റമുണ്ടായി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ജിന്നുമ്മ ഉൾപ്പെടെ 4 പ്രതികളുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കാനായത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. യുവതിയുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് കണ്ടെത്തി. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളുടെ വാഹന വായ്പ അടച്ചു തീർത്തിരുന്നു. ഗഫൂർ ഹാജിയിൽ നിന്നും ജിന്നുമ്മ 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഗഫൂർ ഹാജി കൊല്ലപ്പെടുന്ന ദിവസം സംഘത്തിലെ ചിലരുടെ ഫോൺ ലൊക്കേഷൻ പൂച്ചക്കാട് പ്രദേശത്ത് കണ്ടെത്തിയതും കേസിൽ നിർണായകമായി. ഗഫൂർ ഹാജിയും ഷമീമയും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധമില്ലെങ്കിലും എന്തുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന സംശയമാണ് അന്വേഷണ സംഘം ഇവരെ പിന്തുടരാനുള്ള പ്രധാന കാരണം. കാസർഗോഡ് ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ 30 പവനോളം സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ജിന്നുമ്മയുടെയും കൂട്ടാളികളുടെയും തട്ടിപ്പ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ന്യൂസ് 18 കാസർഗോഡ്. കൂടോത്രം നടത്തി ഒരാളുടെ ബിസിനസ്സോ ജീവിതമോ തകർക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യർ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. വയനാട് ചുണ്ടേലിൽ ഒരു യുവാവിൻ്റെ ജീവനെടുത്തത് കൂടോത്രത്തെ തുടർന്നുള്ള കുടിപ്പകയായിരുന്നു. ചുണ്ടേൽ സ്വദേശി അബ്ദുൾ നവാസ് മരിച്ച സംഭവം ആസൂത്രിതമായ കൊലപാതകമെന്ന് കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് ശേഷമാണ്. ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത് സ്വാഭാവിക അപകടമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ സുമിൽ ഷാദ് എന്ന യുവാവും സഹോദരനും ചേർന്ന് നടപ്പാക്കിയ ആസൂത്രിത കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 8:30 ചുണ്ടേൽ എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമായിരുന്നു നവാസിന്റെ മരണത്തിനിടയാക്കിയ അപകടം. നവാസ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വരികയായിരുന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനത്തിരക്ക് വളരെ കുറവായ നേരെയുള്ള റോഡിൽ അപകട സാധ്യത തീരെയില്ലെന്നും ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി നവാസിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം അപകടമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും കണ്ടെത്തിയത്. മുഖ്യപ്രതിയായ സുമിൽ ഷാദ് സംഭവത്തിന് മുമ്പ് ചുണ്ടേൽ എസ്റ്റേറ്റ് പള്ളിക്ക് സമീപം 1 മണിക്കൂറോളം ജീപ്പുമായി നവാസിനെ കാത്ത് റോഡിൽ നിന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. നവാസ് ഓട്ടോയിൽ വരുന്നതായുള്ള ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെയാണ് സുമിൽ ഷാദ് ജീപ്പുമായി മുന്നോട്ട് പോയത്. തുടർന്ന് ജീപ്പുമായെത്തി എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ സുമിൽ ഷാദിനും പരിക്കേറ്റിരുന്നു. അപകടത്തിനിടയാക്കിയ ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദും നവാസും തമ്മിലുള്ള മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമാണെന്നും പോലീസ് കണ്ടെത്തി.
ഫോൺ രേഖകളടക്കം പരിശോധിച്ചാണ് പോലീസ് തെളിവുകൾ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിനിടെ സുമിൽ ഷാദ് കുറ്റം സമ്മതിച്ചു. കൊലപ്പെടുത്താനുള്ള കാരണം വ്യക്തിവൈരാഗ്യവും മന്ത്രവാദവുമെന്നാണ് പ്രതിയുടെ മൊഴി. സുമിൽ ഷാദിന്റെ ഹോട്ടലിന് മുൻവശത്ത് കൊല്ലപ്പെട്ട അബ്ദുൾ നവാസിന് പലചരക്ക് കടയുണ്ടായിരുന്നു. സുമിൽ ഷാദിന്റെ ഹോട്ടലിന് മുന്നിൽ മന്ത്രവാദം ചെയ്ത സംഭവമാണ് വൈരാഗ്യത്തിന് കാരണം. ഇക്കഴിഞ്ഞ നവംബർ 30-ന് ഹോട്ടലിന്റെ മുൻവശത്തു നിന്നും വാഴയിൽ വച്ച നിലയിൽ കോഴിയുടെ തല, പട്ട്, ഭസ്മം, മഞ്ഞപ്പൊടി, വെറ്റില, പാക്ക എന്നിവ ലഭിച്ചിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നവാസാണ് കോഴിയുടെ തലയുൾപ്പെടെ കടയുടെ മുന്നിൽ കൊണ്ടുവച്ചതെന്ന് കണ്ടെത്തി. തുടർന്നാണ് സുമിൽ ഷാദ് സഹോദരൻ അജിന്റെ സഹായത്തോടെ നവാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നവാസിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞു. സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിയുടെ പിതാവ് നടത്തുന്ന ഹോട്ടലിന്റെ ചില്ലുകൾ ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞ് തകർത്തു. നവാസിന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഹോട്ടലിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ന്യൂസ് 18 വയനാട്. ഭർത്തൃവീടുകളിൽ നിന്ന് നിരവധി സ്ത്രീകളുടെ കണ്ണീർ കഥ നമ്മൾ കേൾക്കാറുണ്ട്. ഭർത്താക്കന്മാരുടെ സംശയം, സ്ത്രീധന വിഷയം, അടിമത്ത മനോഭാവം, ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ട ഗതികേട്. ഒടുവിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിക്കിരയായി തീരുകയോ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നവർ ഈ നാടിൻ്റെ നൊമ്പരമാണ്. തിരുവനന്തപുരം കുളച്ചലിലെ ഇന്ദുജയ എന്ന യുവതിക്ക് എന്താണ് സംഭവിച്ചത്? യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. 3 മാസം മുൻപ് നടന്ന പ്രണയവിവാഹത്തോടെയാണ് അവളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുളച്ചൽ സ്വദേശിയായ ഇന്ദുജയെ പാലൗഡിലുള്ള ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചതായി കണ്ടെത്തിയത്. അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാനെത്തിയപ്പോൾ ഭാര്യയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയം അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഇന്ദുജയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായ ഇന്ദുജയും സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനായ അഭിജിത്തും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. 3 മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അഭിജിത്തിന് കാര്യമായ ബന്ധമില്ലായിരുന്നു. എന്നാൽ ഇന്ദുജ അമ്മയോടും സഹോദരനോടും ഫോണിൽ സംസാരിക്കുമായിരുന്നു. സ്വന്തം വീട്ടിൽ പോകാൻ ഇന്ദുജയെ ഭർത്താവ് അനുവദിച്ചിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ഇന്ദുജയുടേത് ആത്മഹത്യ അല്ല എന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ വകുപ്പുകളാണ് ചുമത്തിയത്. ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയാണ് ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റിരുന്നുവെന്നും വ്യക്തമായി. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുമ്പാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേൾക്കുന്ന ആരുടെ മനസ്സിലും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലുണ്ടായത്. പിഞ്ചുകുഞ്ഞിനോട് കാട്ടിയ കൊടും ക്രൂരത ഒരിക്കലും മാപ്പർഹിക്കാത്തതാണ്. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ 3 ആയമാർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ആഴ്ചയാണ്.
കുറ്റം തെളിയിക്കാതിരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ നഖം വെട്ടിയാണ് 3 ആയമാരും ഹാജരായത്. 3 പേർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിവാദങ്ങൾ വിട്ടൊഴിയാത്ത ഇടമാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി. തൈക്കാട് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുട്ടിയെ ആയമാർ ഉപദ്രവിച്ചത്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിലായിരുന്നു നടപടി. 3 പേർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടിയോട് അതിക്രൂരമായിട്ടാണ് 3 ആയമാരും പെരുമാറിയത്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് കഴിഞ്ഞ മാസം 24-ന് ഒരു വിവാഹ സ്ഥലത്ത് വെച്ചാണ് പറയുന്നത്. കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല. ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു. ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം ഇതേ ആയമാരായതുകൊണ്ട് വിവരം പുറത്തുവരാൻ വൈകി. വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾക്ക് കുലുക്കമില്ലായിരുന്നു. ഡ്യൂട്ടി മാറി എത്തിയ ആയ കുളിപ്പിച്ചപ്പോൾ കുട്ടി കരയുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് മുറിവ് കണ്ടത്. തുടർന്ന് ജീവനക്കാർ വിവരം ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെയാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സയ്ക്കായി എത്തിച്ചത്. ക്രൂരമായി മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടറും അറിയിച്ചതിനു പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ 70 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം 3 പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വർഷങ്ങളായി താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അജിതയാണ് മുറിവേൽപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. മറ്റു 2 പേരും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. സംഭവം പുറത്തുവന്നതിന് പിന്നാലെ ഒരാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. ആ കുട്ടി ഉണ്ടായിരുന്ന സെക്ഷനിലെ മുഴുവൻ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായും ഇത് വളരെ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവത്തെ പോലും വച്ചുപറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ നടപടിയിലേക്ക് പോയത്. കുറ്റം തെളിയാതിരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നഖം വെട്ടിയാണ് 3 ആയമാരും ഹാജരായത്. കുട്ടികളെ കൈകൊണ്ടടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടതു രാഷ്ട്രീയ ബന്ധമുള്ള 3 പേരെയും വീണ്ടും ജോലിക്കെടുക്കുകയായിരുന്നെന്നാണ് വിവരം. വിവാദത്തിന് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തര വൈദ്യപരിശോധന നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. കുഞ്ഞുങ്ങളെ കൗൺസിലിംഗിനും വിധേയരാക്കും. കൗൺസിലിംഗിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തുവന്നാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. കൃത്യമായ ഇടവേളയിൽ മോണിറ്ററിംഗ് സമിതിയെ കൊണ്ട് മിന്നൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2.5 വയസ്സുകാരിയുടെയും 1 വയസ്സുകാരന്റെയും സംരക്ഷണം ഏറ്റെടുത്താണ് ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്നത്. വിദഗ്ധ ചികിത്സ നൽകിയതോടെ കുഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. വിവാദങ്ങൾ വിട്ടൊഴിയാത്ത ഇടമാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഒറ്റപ്പെട്ട സംഭവമെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറഞ്ഞതിനു പിന്നാലെ കുഞ്ഞുങ്ങളോട് ആയമാർ കാട്ടുന്ന ക്രൂരതകൾ വെളിപ്പെടുത്തി മുൻ ജീവനക്കാരി രംഗത്തെത്തിയിരുന്നു. ഇതിനു മുൻപ് ശിശുക്ഷേമ സമിതിയെ ഏറ്റവും അധികം പ്രതിക്കൂട്ടിലാക്കിയ സംഭവം ദത്തെടുക്കൽ വിവാദമായിരുന്നു. SFI പ്രവർത്തകയായിരുന്ന അനുപമയുടെ കുട്ടിയെ അനധികൃതമായി ദത്ത് നൽകിയത് ആന്ധ്രയിലുള്ള ദമ്പതിമാർക്കാണ്. 2020 ഒക്ടോബർ 22-നാണ് കുഞ്ഞിനെ അനുപമയുടെ അച്ഛനും അമ്മയും ചേർന്ന് ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചത്. കുട്ടിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അനുപമ പോലീസിനെ സമീപിച്ചതോടെയാണ് അനുപമയുടെ അച്ഛനും ശിശുക്ഷേമ സമിതി അധികൃതരും ചേർന്ന് നടത്തിയ അനധികൃത നീക്കങ്ങൾ പുറത്തുവന്നത്. സംഭവം വിവാദമായതോടെ കുട്ടിയെ അനുപമയ്ക്ക് തിരികെ നൽകി തലയൂരുകയായിരുന്നു.
ഭരണകക്ഷിയുടെ നിയന്ത്രണത്തിലാണ് ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ. CPMന്റെ പ്രാദേശിക നേതാക്കളടക്കം നിയമനം നേടിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കുട്ടികളോട് മോശമായി പെരുമാറിയതിന് ഇടതു യൂണിയൻ നേതാവിന്റെ ഭാര്യയായ ആയയെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇവർ പോയ വേഗത്തിൽ തിരികെ എത്തി. വിവാദ ദത്തെടുക്കൽ കേസിൽ പിരിച്ചുവിട്ട ജീവനക്കാരി തിരികെ ജോലിക്ക് കയറിയതും പാർട്ടി സ്വാധീനത്തിലെന്നാണ് ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസ് സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ കേസാണ്. മോഷണ മുതലിൻ്റെ വലുപ്പമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അരി വ്യാപാരി അഷ്റഫിൻ്റെ ആഡംബര വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും മോഷണം പോയെന്നായിരുന്നു പരാതി. എന്നാൽ ദിവസങ്ങൾക്കകം പോലീസ് പ്രതിയെ കണ്ടെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടി. അയൽവാസി ലിജീഷാണ് പോലീസിൻ്റെ പിടിയിലായത്. 1 വർഷം മുൻപ് കീച്ചേരിയിൽ നടന്ന മോഷണത്തിന് പിന്നിലും ലിജീഷാണെന്ന് പിന്നീട് വ്യക്തമായി. ACP TK രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ 20 സംഘം രൂപീകരിച്ചാണ് പഴുതടച്ച അന്വേഷണം നടത്തിയതും പ്രതിയിലേക്ക് എത്തിയതും. കണ്ണൂർ വളപട്ടണത്തെ വ്യവസായിയുടെ ആഡംബര വീട്ടിൽ വൻ കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 20-നാണ്. 1 കോടി രൂപയും 300 പവനും നഷ്ടപ്പെട്ട വിവരം പുറത്തു വന്നത് 3 ദിവസങ്ങൾക്ക് ശേഷം. ഏതൊരു കവർച്ചാ കേസും പോലെ ഇതര സംസ്ഥാന സംഘത്തെയാണ് പോലീസ് ആദ്യം സംശയിച്ചത്. വീട്ടുടമ അഷ്റഫും കുടുംബവും മധുരയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം. അരി വ്യവസായത്തിൽ നിന്നുള്ള കളക്ഷൻ തുകയാണ് ലോക്കറിൽ സൂക്ഷിച്ചതെന്നാണ് വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. കേരളത്തിലെ ഒരു വീട്ടിൽ നടന്ന ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നായതിനാൽ മോഷ്ടാവിനെ പിടിക്കുക പോലീസിന് അഭിമാന പ്രശ്നമായിരുന്നു. പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ പോയപ്പോൾ മോഷ്ടാവ് ട്രെയിനിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ ഈ വഴിയിലെയും വിവിധ സ്റ്റേഷനുകളിലെയും CCTV ദൃശ്യങ്ങൾ അരിച്ചുപിറക്കിയിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. അഷ്റഫിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 215 പേരെ പോലീസ് ചോദ്യം ചെയ്തു. 67 പേരുടെ വിരലടയാളവും 100 CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. എന്നാൽ ആദ്യമൊക്കെ പ്രതി കാണാമറയത്തായിരുന്നു. 2 ദിവസം തുടർച്ചയായി മോഷ്ടാവ് ഈ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ പ്രൊഫഷണൽ സംഘങ്ങളല്ല കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. മോഷണം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ്. അഷ്റഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അയൽവാസി ലിജീഷിന്. CCTV ദൃശ്യവും വിരലടയാളവുമാണ് പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. വീട്ടിലെ CCTV ക്യാമറ എല്ലാം മറച്ച് അതിവിദഗ്ധമായിട്ടായിരുന്നു മോഷണം. എന്നാൽ ഒരു ക്യാമറ പ്രതിയെ ചതിച്ചു. അതിൽ മുഖം മറച്ചിരുന്ന പ്രതിയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ കഷണ്ടിയുള്ളയാളെ തിരഞ്ഞു തന്നെയായിരുന്നു പിന്നീടുള്ള അന്വേഷണം. 1 വർഷം മുമ്പ് കീച്ചേരിയിൽ നടന്ന മോഷണ രീതിയുമായി സാമ്യം തോന്നിയ പോലീസ് വിരലടയാളം ഒത്തുനോക്കി. അന്വേഷണ സംഘത്തിന്റെ സംശയം തെറ്റിയില്ല. ചുരുളഴിയാതെ നിന്നിരുന്ന കീച്ചേരിയിലെയും വളപട്ടണത്തെയും കള്ളൻ അയൽവാസിയായ ലിജീഷ് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മോഷ്ടിച്ച പണവും സ്വർണവും. 300 പവനിൽ 267 പവൻ സ്വർണം പോലീസ് കണ്ടെടുത്തു. അതേസമയം മോഷണം പോയതിനേക്കാൾ കൂടുതൽ പണം കണ്ടെടുത്തിട്ടുമുണ്ട്. 1 കോടി കണ്ടെത്തേണ്ട സ്ഥലത്ത് കിട്ടിയത് 1,21 ലക്ഷം. വെൽഡിംഗ് ജോലിക്കാരനാണ് ലിജീഷ്. മറന്നുവെച്ച ഉളിയെടുക്കാനാണ് വീണ്ടും അഷ്റഫിന്റെ വീട്ടിൽ കയറിയതെന്നാണ് ലിജീഷ് പോലീസിനോട് പറഞ്ഞത്. 45-കാരനായ ലിജീഷിന്റെ മോഷണ ശൈലി പോലീസിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. സാധുവിനെ പോലെ തോന്നുന്ന ലിജീഷാണ് പ്രതിയെന്ന് അറിഞ്ഞതിന്റെ അമ്പരപ്പ് നാട്ടുകാർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല. എന്തായാലും വളപട്ടണത്തെ വൻ കവർച്ചയിൽ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിന് അഭിമാനമാണ്. ഒപ്പം രൂപവും ഭാവവും ഒക്കെ കൊണ്ട് മാത്രം ആരെയും വിലയിരുത്താനാകില്ല എന്ന വലിയ പാഠവും ഈ കേസ് നൽകുന്നു. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എത്ര സന്തോഷത്തോടും സമാധാനത്തിലും കഴിഞ്ഞിരുന്ന നാടാണിത്. കുടുംബങ്ങളിലെ ഒത്തുചേരൽ, അയൽവാസികൾ തമ്മിലുള്ള ഐക്യം, സുഹൃത്ത് ബന്ധങ്ങളിലെ ഇഴയടുപ്പം, ഇതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച, സ്വാർത്ഥതാ മനോഭാവം, ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളൽ, ഇതൊക്കെയാണ് നമ്മെ നശിപ്പിക്കുന്നത്. വീടുകളിൽ ദമ്പതികൾ തമ്മിൽ പരസ്പരം വിശ്വാസത്തോടെ ജീവിച്ചാൽ, മക്കളെ ചേർത്തു നിർത്തിയാൽ, സൗഹൃദങ്ങളിൽ വിശ്വസ്തത പുലർത്തിയാൽ എത്ര സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. മാറണം നമ്മുടെ മനോഭാവം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.